തിരുനാവായിൽ നടക്കുന്ന കുംഭമേളയുടെ ഭാഗമായുള്ള രഥയാത്ര 21-22 തീയതികളിൽ പാലക്കാട് പ്രയാണം നടത്തും. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ തിരുമൂർത്തിയിൽ നിന്നും ആരംഭിച്ച യാത്രയ്ക്ക് 21 രാവിലെ 8:30 കൽപ്പാത്തിയിൽ ആദ്യ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ ഭാഗങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കുത്താമ്പുള്ളിയിൽ പ്രയാണം സമാപിക്കും. 22-ന് ചിനക്കത്തൂരിൽ നിന്നും പ്രയാണം തുടങ്ങി വാണിയംകുളം, കുളപ്പുള്ളി, പട്ടാമ്പി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് 5-ന് തിരുനാവായിൽ സമാപിക്കും. നദീപൂജയ്ക്കും പുണ്യസ്നാനത്തിനും സത്സംഗത്തിനും കുംഭമേള വേദിയാവും. ജനുവരി 16 മുതൽ മാഘമാസത്തിലെ മകം നക്ഷത്രമായ ഫെബ്രുവരി 3 വരെയാണ് തിരുനാവായയിൽ മാഘമഹോത്സവം കൊണ്ടാടുന്നത്. ദേശത്തിന്റെയും ജനങ്ങളുടെയും അഭിവൃദ്ധിക്കും രക്ഷയ്ക്കുമായാണ് മഹാമകം സംഘടിപ്പിക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. മഹോത്സവം അതായത് തിരുനാവായ നാവാമൂന്ന് ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് 2016 മുതൽ അവിടെ ഈ മഹാമാഘ മഹോത്സവം കൊണ്ടാടുകയാണ്. കഴിഞ്ഞ വർഷവും ഇതിൻ്റെ ഭാഗമായി അവിടെ ആഘോഷങ്ങൾ നടന്നിരുന്നു. ഈ മകരമാസത്തിലാണ് അത് ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇതുപോലെ രഥയാത്ര ഉണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ ഈ വർഷവും പരിപാടി ഒന്ന് വിപുലമാക്കണം എന്ന രീതിയിൽ നവംബർ 23-ന് അവിടെ സ്വാഗത സംഘം രൂപീകരിച്ച് കേരളത്തിലെ ഒരുവിധം സന്യാസിമാർ, അതേമാതിരി ആധ്യാത്മിക സംഘടനാ നേതാക്കന്മാരൊക്കെ പങ്കെടുത്തിരുന്നു. ആ പരിപാടിയിൽ വെച്ചാണ് ഈ 16-ാം തീയതി മുതൽ അവിടെ വിപുലമായ പരിപാടികൾ, ആരതി, അതേമാതിരി വിശേഷാൽ പൂജകൾ, അതേമാതിരി സ്നാനം ചെയ്യാനുള്ള സൗകര്യങ്ങൾ. പി അരവിന്ദാക്ഷൻ, കെ പി സന്തോഷ്, ഡോക്ടർ ഷിബു, സന്തോഷ് കുന്നത്ത്, പി മണികണ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.